നമസ്കാരം. ഓരോ ഏകാദശിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവാനെ വളരെ വേഗം പ്രീതിപ്പെടുത്തുവാനും അതിനോടൊപ്പം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനും സഹായകരമായ ദിവസമാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പറയുന്നത്. ഈ തൊടുകുറിയിൽ 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തേത് പരമശിവനോടൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ ഉണ്ണിക്കണ്ണന്റെ ചിത്രവും രണ്ടാമത്തേത് ഗുരുവായൂരപ്പന്റെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ ഓം നമഃശിവായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രം, അതായത് പരമശിവനോടൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹങ്ങളുള്ളവരാണ്. പല ആഗ്രഹങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയും എന്നാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ, തടസ്സങ്ങളാൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. അതായത് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സഹായം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതേപോലെ പലരെയും നിങ്ങളും കണ്ണടച്ച് സഹായിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഭഗവാൻ പരാമർശിച്ചിരിക്കുന്നതായ കാര്യം, അർഹരായ വ്യക്തികളെയാണ് നാം സഹായിക്കേണ്ടത്. അവർക്ക് തീർച്ചയായും നമ്മളാൽ കഴിയുന്ന സഹായം നാം ചെയ്യണം. എന്നാൽ നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതാകുന്നു. കാരണം അർഹരായ വ്യക്തികൾക്കല്ലാതെയും നിങ്ങൾ സഹായം നൽകുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പണം ശ്രദ്ധിച്ചാണ് മറ്റുള്ളവർക്ക് നൽകേണ്ടത്. അത് അർഹരായ വ്യക്തികളിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധങ്ങൾ നിങ്ങളെ ചതിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരം പ്രശ്നങ്ങൾ വന്നു ചേരും. ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. അത് എല്ലാവരുമാണ് എന്ന് പറയുന്നില്ല. ചില വ്യക്തികൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരും, മനക്ലേശങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ക്ലേശകരമാക്കി മാറ്റും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ പ്രശ്നങ്ങൾ അതെല്ലാം പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും തളർന്ന് നിങ്ങൾ മാറിയിരിക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായും ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. അപകടങ്ങളിൽ നിന്നും പലപ്പോഴും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ചില അപകടങ്ങളിൽ നിന്നും നിങ്ങളെ ഭഗവാൻ രക്ഷിക്കും എന്ന സൂചനയും ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും.
എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ സംഭവിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ചില തോന്നലുകൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. അത് പല അവസരങ്ങളിലും നിങ്ങളെ രക്ഷിക്കുന്നതായ തോന്നലുകളാകുന്നു. അതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളാകുന്നു. ആ ചിന്തകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉയർച്ച സമ്മാനിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും. ചില വ്യക്തികൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അവർ മൂലം ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സ്വന്തം ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വേഗം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ നിങ്ങൾ അറിയേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും സഹായകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം ഏവരും ഓർക്കുക. നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ശുഭകരമായ പ്രതീക്ഷകൾ വച്ച് പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ പ്രതീക്ഷകൾ അത് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്താൽ ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സ്ഥലം വാങ്ങുക, വീട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനത്താൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങളും ഉണ്ട് എന്ന കാര്യവും ഓർക്കുക. അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ ഒഴിയുകയും പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയുമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു വ്യക്തിയുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, അനുകൂലമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ കടന്നു വരാം. നിങ്ങളിൽ നിന്നും അകന്നു പോയ വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പോസിറ്റീവായ നേട്ടങ്ങൾ, അതായത് ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ, അതായത് അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ മതിമറന്ന് പഴയ കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. എപ്പോഴും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക. സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അത് ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കൂടാതെ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ചിന്താഗതി മാറുന്നതായ ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം.
ചിന്താഗതി മാറുകയും ശരിയായ രീതിയിൽ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മുൻപ് പരാമർശിച്ച പോലെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും മാറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ ചില കാര്യങ്ങൾ, ശുഭകരമായ വാർത്തകൾ എന്നിവ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ വിജയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സൗഹൃദങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന് തന്നെ പറയാം. സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ധനപരമായ സഹായങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യവും ഓർക്കുക. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ വളരെ വേഗം അടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.